ഇന്ന് അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടക്കുന്ന ക്വാളിഫയർ 2-ൽ പഞ്ചാബ് കിങ്സും മുംബൈ ഇന്ത്യൻസും തമ്മിൽ ഏറ്റുമുട്ടും. ഫൈനലിൽ സ്ഥാനമുറപ്പിക്കാൻ ഇരു ടീമുകൾക്കും വിജയം അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ ആവേശകരമായ ഒരു പോരാട്ടമാവും ഇന്നൊരുങ്ങുക. ക്വാളിഫയർ 1-ൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിനോട് പരാജയപ്പെട്ട പഞ്ചാബ് കിങ്സ് ആകട്ടെ ഇപ്പോൾ മികച്ച പ്രകടനത്തോടെ ശക്തമായി തിരിച്ചുവരാനും ഫൈനലിൽ സ്ഥാനമുറപ്പിക്കാനുമാണ് ശ്രേയസ് അയ്യർ നയിക്കുന്ന ടീം ലക്ഷ്യമിടുന്നത്. അതേസമയം മുള്ളൻപൂരിൽ ഗുജറാത്ത് ടൈറ്റൻസിനെതിരായ നിർണായക മത്സരത്തിന് ശേഷം മുംബൈ ഇന്ത്യൻസ് മികച്ച പ്രകടനവുമായി മുന്നോട്ട് പോവുകയാണ്. 5 തവണ ചാമ്പ്യന്മാരായ മുംബൈ അവരുടെ വിജയ ഫോം മുന്നോട്ട് കൊണ്ടുപോകാനായിരിക്കും ശ്രമിക്കുക. അവരുടെ ലക്ഷ്യം മറ്റൊരു കിരീടം തന്നെയാണ്. ഇരുവശത്തും മത്സര വിജയികളും പ്ലേ ഓഫ് ക്രിക്കറ്റിന്റെ ഉയർന്ന സമ്മർദ്ദവും ഉള്ളതിനാൽ അഹമ്മദാബാദിൽ ആരാധകർക്ക് മുന്നിൽ ഒരു മികച്ച പോരാട്ടം തന്നെ പ്രതീക്ഷിക്കാം. നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലെ പിച്ച് റിപ്പോർട്ട് നോക്കുകയാണെങ്കിൽ ബാറ്റർമാർക്ക് പൊതുവെ അനുകൂലമായ സാഹചര്യമാണ് നരേന്ദ്രമോദി സ്റ്റേഡിയം വ്യാപകമായി അറിയപ്പെടുന്നത്. ഫാസ്റ്റ് ബോളർമാർക്ക് പുതിയ പന്ത് ഉപയോഗിച്ച് നിയന്ത്രണം കണ്ടെത്താൻ കഴിയും. അതേസമയം മത്സരം പുരോഗമിക്കുമ്പോൾ സ്പിന്നർമാർക്ക് മാന്യമായി ബോൾ ചെയ്യാനുള്ള അവസരവും ലഭിക്കും. മിതമായ ബൗൺസാണ് പിച്ചിൽ ലഭിക്കുക. ഇത് രണ്ട് ടീമുകൾക്കും സഹായകമാകും. എന്നാൽ കളി മുന്നോട്ട് പോകുമ്പോൾ ബാറ്റിംഗിന് സാധാരണയായി എളുപ്പമാകും. ഈ വേദിയിൽ കൂടുതൽ മത്സരം കളിച്ച ടീമിനായിരിക്കും കൂടുതൽ സാധ്യത. ടോസ് നേടുന്ന ക്യാപ്റ്റന്മാർ ആദ്യം ബൗൾ ചെയ്യാനായിരിക്കും തീരുമാനിക്കുക. ഈ പിച്ചിനെ സംബന്ധിച്ചിടത്തോളം ലക്ഷ്യം പിന്തുടരുന്നത് എളുപ്പമായിരിക്കും. 200-ന് മുകളിലുള്ള ഒരു സ്കോർ മാച്ച് വിന്നിംഗ് സ്കോറായിട്ട് വേണമെങ്കിൽ പരിഗണിക്കാം. അഹമ്മദാബാദിലെ കാലാവസ്ഥ നോക്കുകയാണെങ്കിൽ പകൽ മുഴുവൻ തെളിഞ്ഞതായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വൈകുന്നേരം നേരിയ കാറ്റ് വീശും. രാത്രി പിന്നീട് ഒരു ചെറിയ മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ മൊത്തത്തിൽ അവസ്ഥ വരണ്ടതായിരിക്കും. താപനിലയാണെങ്കിൽ 28 ഡിഗ്രി വരെ ഉയരാനും സാധ്യതയുണ്ട്. മിതമായ ഈർപ്പം 50% മേഘാവൃതം ഏകദേശം 10% ഇടിമിന്നലിനുള്ള സാധ്യത 8% മാത്രമായിരിക്കും. മഴയുടെ സാധ്യതയാണെങ്കിൽ 42%. ഇത് മത്സരം മഴ തടസ്സപ്പെടുത്താനുള്ള സാധ്യത കുറവാണെങ്കിലും ശ്രദ്ധിക്കേണ്ടതാണ്. പഞ്ചാബും മുംബൈയും തമ്മിലുള്ള ഹെഡ് ടു ഹെഡ് റെക്കോർഡുകൾ നോക്കുകയാണെങ്കിൽ ഇതുവരെ 32 മത്സരങ്ങളാണ് ഇരു ടീമുകളും ഏറ്റുമുട്ടിയത്. അതിൽ പഞ്ചാബ് 15 എണ്ണത്തിലും മുംബൈ 17 എണ്ണത്തിലും വിജയിച്ചു. മത്സരത്തിലെ സാധ്യത 11 നോക്കാം. പഞ്ചാബ് ടീം പ്രിയാൻഷ് ആര്യ, പ്രഭ്സിമ്രാൻ സിംഗ്, ജോഷ് ഇംഗ്ലീഷ്, ശ്രേയസ് അയ്യർ, നെഹാൽ വധേര, ശശാങ്ക് സിംഗ്, മാർക്കസ് സ്റ്റോയ്നസ്, അസ്മത്തുള്ള ഒമർ സായി, ഹർപ്രീത് ബ്രാർ, കെയിൽ ജാമിൻസൺ, അർഷദീപ് സിംഗ്. മുംബൈ ടീം നോക്കുകയാണെങ്കിൽ ജോണി ബേസ്റ്റോ, രോഹിത് ശർമ്മ, സൂര്യകുമാർ യാദവ്, തിലക് വർമ്മ, ഹാർദിക് പാണ്ഡ്യ, നമൻദീർ, മിച്ചൽ സാറ്റ്നർ, രാജ് ബാവ, ട്രെന്റ് ബോൾട്ട്, ജസ്പ്രീത് ബുംറ, റിച്ചാർഡ് ഗ്ലീസൺ. ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് അശ്വിനി കുമാർ ആയിരിക്കും മുംബൈ ഇന്ത്യൻസിലെത്തുക. കൂടുതൽ IPL വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.